ഹോമോജിനസ് മെത്തേഡ് പോലെയാണത് ആണത്. അതായത് a differential a first order differential equation is of the form a first order ordinary differential equation is of the form y dash is equal to function of y by x if a first order ordinary differential equation is of the form y dash is equal to f of y by x, then we substitute y by x is equal to u, and y is equal to ux. Well, that is y is equal to ux അല്ലെങ്കിൽ xu, y dash is equal to u dash into x plus the product will apply x into പിന്നെ u അല്ലേ. u dash എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ u, ഫസ്റ്റ് ഫംഗ്ഷൻ u into derivative of second x into derivative 1 plus second function x into derivative of first by u y dash is equal to u plus x u dash. And then equation 1 becomes u plus x u dash is equal to f of u, which is of the form x u dash is equal to fu minus u. അത് നമുക്ക് സെപ്പറബിൾ ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്യുന്നതാണ്. ഒരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ y dash is equal to f of y by x എന്ന ഫോമിലാണെങ്കിൽ അതിനെ സെപ്പറബിൾ ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് y by x is equal to u എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ നിന്ന് u dash is equal to x u dash is equal to fu minus u. ഇവിടെ x into u dash പകരം du by dx equal to f of u minus u എന്നാവും. ഇനി സെപ്പറേറ്റ് ചെയ്യാൻ എളുപ്പമാണ്, കാരണം duനോടൊപ്പം യുവിന്റെ ഫംഗ്ഷൻസ് ഉണ്ട്. du by f of u minus u is equal to dx by x, which is a separable equation. കാരണം duനോടൊപ്പം യുവിന്റെ ആൾക്കാർ വന്നല്ലോ. It is a separable ordinary differential equation. അപ്പോൾ ഈ ഫോമിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാം. Solve solve 2x y dash is equal to y square minus x square. സൊല്യൂഷൻ ആയിട്ട് ഗിവൺ. അപ്പോൾ ഗിവൺ ഇക്വേഷൻ ഇതാണ് 2x y dash is equal to y square minus x square. ഇവിടുന്ന് ഡിവൈഡിങ് ബൈ 2xy ചെയ്താൽ എന്ത് വരും? y dash അല്ലേ, രണ്ട് സൈഡ് 2xy ഡിവൈഡ് ചെയ്താൽ y square by 2xy minus x square by 2xy. So y dash is equal to y കട്ട് ചെയ്താൽ y by 2x minus x കട്ട് ചെയ്യാലോ x by 2y ആവും. So actually which is equation 1 is of the form y dash is equal to f of y by x എന്ന ഫോമിൽ വന്നല്ലോ. അപ്പോൾ നോക്കുക, അപ്പോൾ ഇൻ ദിസ് കേസ് നമ്മളിവിടെ എന്ത് ചെയ്യാം, ഈ ഫോം ഒന്ന് മനസ്സിലായ ഉടനെ, ഇപ്പോൾ ഇത് റിഡക്ഷൻ ടു സെപ്പറബിൾ ഫോം ആണ്.
ഇങ്ങനെ മനസ്സിലായ ഉടനെ തന്നെ വി സബ്സ്റ്റിറ്റ്യൂട്ട് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണേ? y ബൈ എക്സിന്റെ പ്ലേസിൽ എന്ത് കൊടുക്കും? യു കൊടുക്കും. y ബൈ എക്സ് യു ആണെങ്കിൽ എക്സ് ബൈ വൈ എന്നുള്ളത് 1 ബൈ യു ആണല്ലേ. അപ്പോൾ y ബൈ എക്സ് യു ആണെങ്കിൽ y ഇസ് ഈക്വൽ ടു യു എക്സ് എന്നാവും. ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താവും? y ഡാഷ് ഇസ് ഈക്വൽ ടു യു ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് 1 പ്ലസ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് യു എക്സ് യു ഡാഷ് എന്നാവും. അപ്പോൾ ഈ y ഡാഷിനെ ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോഴെന്താ? then equation 1 becomes ഇവിടെ y ഡാഷിന്റെ പ്ലേസിൽ എന്ത് കൊടുക്കും? യു പ്ലസ് എക്സ് വൈ ഡാഷ്. യു പ്ലസ് അവിടെ ഇക്വേഷൻ 1 ഇരിക്കുന്നത് y ഡാഷ് ഇസ് ഈക്വൽ ടു y by 2x minus x by 2y. y by 2x 1 by 2 into y by x minus 1 by 2 into x by y എന്നാണ് ഇരിക്കുന്നത് അല്ലെ. 1 by 2 into ഇവിടെ 1 by 2 into y by x മൈനസ് 1 by 2 into x by y. നമ്മൾ y ഡാഷിനാണ് എന്ത് കൊടുക്കുന്നത്? y ഡാഷിന്റെ പ്ലേസിലാണ് യു പ്ലസ് എക്സ് യു ഡാഷ് കൊടുക്കുന്നത്. u plus x u dash is equal to 1 by 2 into y by x in the place എന്താ കൊടുക്കണേ? y by x in the place u കൊടുക്കും. x by y in the place 1 by u കൊടുക്കും. y by x in the place u കൊടുക്കും minus x by y in the place 1 by u കൊടുക്കും. അപ്പോൾ u plus x u dash is equal to 1 by 2 into u minus 1 by u. So u plus x u dash is equal to 1 by 2 u into u square minus 1 എന്നാവുമല്ലോ. അപ്പോൾ x u dash യുവിൻ്റെ ആൾക്കാരൊക്കെ ഒരു സൈഡിൽ കൊണ്ടുപോകും. 1 by 2 u into u square എളുപ്പം ഈ യു ഡാഷ് യുവിനെ റൈറ്റ് സൈഡ് കൊണ്ടുപോയാലോ എക്സ് യു ഡാഷ് ഇസ് ഈക്വൽ ടു യു ബൈ 2 മൈനസ് 1 by 2 u മൈനസ് യു. അപ്പോൾ എക്സ് യു ഡാഷ് ഇസ് ഈക്വൽ ടു ഇവിടെ യുവിൻ്റെ പകുതി ഇവിടെ മൈനസ് യു അല്ലേ. യു ബൈ 2 മൈനസ് യു എന്താ 1 by 2 മൈനസ് 1 അല്ലേ. മൈനസ് യു ബൈ 2 മൈനസ് 1 by 2u. അപ്പോൾ എക്സ് യു ഡാഷ് ഇസ് ഈക്വൽ ടു അല്ലേ യു ബൈ 2 മൈനസ് യു അല്ലേ. യു ബൈ 2 മൈനസ് യു ഈസ് മൈനസ് യു ബൈ 2 അല്ലേ. ഹാഫ് യു മൈനസ് 1 യു മൈനസ് 1 by 2u. എക്സ് യു ഡാഷ് ഇസ് ഈക്വൽ ടു 1 by 2u എൽ സി എം എടുത്താൽ ഇവിടെ എന്താവും? മൈനസ് യു സ്ക്വയർ മൈനസ് 1 ആവും. അപ്പോൾ എക്സ് യു ഡാഷിന് പകരം എന്ത് കൊടുക്കാം? ഡി യു ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് യു സ്ക്വയർ പ്ലസ് 1 ബൈ 2u. അപ്പോൾ നോക്കിയേ ഈ ലാസ്റ്റ് പറഞ്ഞത് മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾ ഫോമിൽ ആക്കാൻ എളുപ്പമായല്ലോ. യുവിൻ്റെ ആൾക്കാരോടൊപ്പം ഡി യുവിനെ കൊണ്ടുവരിക, എക്സിൻ്റെ ആൾക്കാരിനോടൊപ്പം ഡി എക്സിനോടൊപ്പം എക്സിൻ്റെ ആൾക്കാരെ കൊണ്ടുവരിക. അപ്പോൾ ഡി യുവിനോടൊപ്പം ഈ റൈറ്റ് സൈഡിന് താഴെ കൊണ്ടുപോകല്ലോ. യു സ്ക്വയർ പ്ലസ് 1 താഴെ വരും, 2u മുകളിൽ പോകും. ഡി എക്സ് ഇവിടെ റൈറ്റ് സൈഡിൽ വരും, എക്സ് റൈറ്റ് സൈഡിൽ കീഴെ വരും. അപ്പം എങ്ങനെയാ? ഡി യു ബൈ യു സ്ക്വയർ പ്ലസ് 1 2u അവിടെ വരും.
അല്ലേ 2u is equal to dx മൈനസ് ഉണ്ട് മൈനസ് dx by x ആവും. ഇനി രണ്ട് സൈഡും ഇപ്പൊ നമ്മുടെ എന്തായി മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾ ആയി. രണ്ട് സൈഡും സെപ്പറേറ്റ് ചെയ്തല്ലോ. എക്സിന്റെ ആൾക്കാരോടൊപ്പം dxഉം യുവിന്റെ ആൾക്കാരോടൊപ്പം duവും വന്നല്ലോ. അപ്പൊ എന്താ ഇനി ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രൽ 2u by u square plus 1 അല്ലേ 2u du by u square plus 1 is equal to minus 1 by x dx. നോക്കണേ, നമ്മൾ ഇന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇന്റഗ്രൽ ഓഫ് എഫ് ഡാഷ് എക്സ് ബൈ എഫ് ഡാഷ് എക്സ് ഡി എക്സ് ബൈ എഫ് എക്സ് എന്താണ്? താഴത്തെ ഡെറിവേറ്റീവ് ആണ്, മുകളിലേക്കെങ്കിലോ ഇന്റഗ്രേഷൻ എന്താണ്? ലോഗ് ഓഫ് ഡിനോമിനേറ്റർ അല്ലേ. താഴത്തെ ഡെറിവേറ്റീവ് ആണ്, മുകളിലെങ്കിൽ ലോഗ് ഓഫ് ഡിനോമിനേറ്റർ ആണ് ഇന്റഗ്രേഷന്റെ ആൻസർ. അപ്പോ എന്താവും? ലോഗ് യു സ്ക്വയർ പ്ലസ് 1 അല്ലെ, താഴത്തിന്റെ ഡെറിവേറ്റീവ് ഈക്വൽ ടു മൈനസ് ലോഗ് എക്സ് പ്ലസ് ഒരു ലോഗ് സി കൊടുക്കാം. 1 by എക്സിന്റെ ഇന്റഗ്രേഷൻ ലോഗ് എക്സ് അല്ലേ. അപ്പോ log u square plus 1 minus log c is equal to minus log x. log a by minus log b log a by b അല്ലേ. അപ്പോൾ log u square plus 1 by c is equal to minus log x. ഈ a എന്താണ്? a log b is equal to log b raised to a അല്ലേ. ഇവിടെ മൈനസ് ലോഗ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ മൈനസ് 1 ഇൻറ്റു ലോഗ് എക്സ് എന്നല്ലേ. അപ്പോൾ ഈ എക്സിന്റെ പവറിൽ മൈനസ് 1 വരുമല്ലോ. അപ്പോൾ -1 ലോഗ് എക്സ് റൈസ് ടു മൈനസ്. ഇപ്പോൾ രണ്ട് സൈഡ് ലോഗ് ആണ്. അപ്പോൾ എന്താവും? യു സ്ക്വയർ പ്ലസ് 1 ബൈ സി ഇസ് ഈക്വൽ ടു എക്സ് റൈസ് ടു മൈനസ്. അപ്പോൾ എക്സ് റൈസ് ടു മൈനസ് 1 ബൈ എക്സ് അല്ലേ. യു സ്ക്വയർ പ്ലസ് 1 by c is equal to 1 by x. So u square plus 1 is equal to c by x. u square is equal to ഇനി നമുക്ക് തിരിച്ചു കൊടുക്കാം. നമുക്ക് ആൻസർ എന്തിലാ വേണ്ടേ? എക്സിലും വൈയിലും അല്ലേ ആൻസർ വേണ്ടേ. അപ്പോൾ ഇവിടെ എന്ത് കൊടുക്കാം? പുട്സ് നമ്മുടെ എന്താ എടുത്തിരിക്കുന്നത്? യുവിന് പകരം എന്താ എടുത്തിരിക്കുന്നത്? യുവിന് പകരം y ബൈ എക്സ് അല്ലേ. അപ്പോൾ യുവിന്റെ പ്ലേസിൽ y ബൈ എക്സ് കൊടുക്കാലോ. പുട്ട് യു ഇസ് ഈക്വൽ ടു y ബൈ എക്സ്. അപ്പോൾ എന്താവും? y ബൈ എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് 1 ഇസ് ഈക്വൽ ടു c ബൈ എക്സ്. y by x the whole square plus 1 is equal to y square by x square plus 1 is equal to c by x. അപ്പോൾ എന്താക്കാം? y square plus x square LCM എടുക്കാമല്ലോ. y square plus x square by x square is equal to c by x. ഇവിടെ ഒരു എക്സിനെ അടിയിൽ കട്ട് ചെയ്യാലോ. അപ്പോൾ എന്താവും? y square plus x square by x is equal to c. അപ്പോൾ y square plus x square is equal to cx. എക്സിന്റെ റൈറ്റ് സൈഡ് ഉണ്ടല്ലോ. അപ്പോൾ സൊല്യൂഷൻ മാത്രമേ ചോദിച്ചിട്ടുള്ളെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വെച്ചങ്ങ് നിർത്താം. y is equal to വേണമെങ്കിൽ y square is equal to cx minus x square എന്ന് എടുത്തിട്ട് y is equal to plus or minus root of cx minus x square എന്നൊക്കെ എടുത്തിട്ട് വേണമെങ്കിൽ നിർത്താം.
അതിനേക്കാൾ നല്ല കുറച്ചുകൂടെ നമുക്ക് സൊല്യൂഷൻ ഇന്റർപ്രറ്റ് ചെയ്യാം. നോക്കാം എങ്ങനെയാണ് സൊല്യൂഷൻ പോകുന്നതാണ്. ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് സി എക്സ് പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 എന്നല്ലേ. അപ്പൊ നോക്കണം ഇതിനൊരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കുന്നത് എങ്ങനെയാണ്? സി സ്ക്വയർ മൈനസ് സി എക്സ്, എക്സിന്റെ കോഎഫിഷ്യന്റ് സി അല്ലേ, സിയുടെ പകുതിയുടെ സ്ക്വയർ ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ ഇത് നമുക്ക് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ ആക്കാമല്ലോ. കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ പ്ലസ് സി ബൈ 2 ദ ഹോൾ സ്ക്വയർ മൈനസ് സി ബൈ 2 ദ ഹോൾ സ്ക്വയർ. അപ്പൊ ആ കാര്യം കഴിഞ്ഞല്ലോ. സി ബൈ 2 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. ഇനി ഇതെന്താണെന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നതേ ഉള്ളൂ. ഇനി ഇതെന്താണ്? ഇത്രയും എന്താ സി സ്ക്വയർ എക്സ് സ്ക്വയർ മൈനസ് സി എക്സ് പ്ലസ് സി ബൈ 2 ദ ഹോൾ സ്ക്വയർ. അതെന്താ? അത് എക്സ് മൈനസ് സി ബൈ 2 ദ ഹോൾ സ്ക്വയർ അല്ലേ, മൈനസ് അടുത്ത് പ്ലസ് വൈ സ്ക്വയർ. ഈ സി ബൈ 2 ദ ഹോൾ സ്ക്വയറിനെ റൈറ്റ് സൈഡ് കൊണ്ടുപോയി സി സ്ക്വയർ ബൈ സി ബൈ 2 ദ ഹോൾ സ്ക്വയർ മൈനസ് സി ബൈ 2 റൈറ്റ് സൈഡ് പോകുമ്പോൾ സി ബൈ 2 ദ ഹോൾ സ്ക്വയർ. അപ്പൊ ഇത് നോക്കിയേ, ഇത് അറിയാത്തവരാരും ഇല്ലല്ലോ. എക്സ് മൈനസ് സി ബൈ 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് വെച്ചാൽ വൈ മൈനസ് 0 ദ ഹോൾ സ്ക്വയർ അല്ലേ, ഈക്വൽ ടു സി ബൈ 2 ദ ഹോൾ സ്ക്വയർ. ഇതാരാണ്? ഇതെന്തിന്റെ ഇക്വേഷൻ ആണ്? നമുക്കിങ്ങനെ കൊച്ചു ക്ലാസ്സിൽ നമ്മൾ ഒരു റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. സർക്കിൾ വാട്ട് ഈസ് എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു സി സ്ക്വയർ. റെപ്രസെന്റ്സ് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നതാ? represents a circle whose center is AB and radius C ആണ്. കേട്ടിട്ടുണ്ടോ? x minus a the whole square plus y minus b the whole square is equal to c square represents a circle whose center is AB and radius C. അപ്പോൾ ഇവിടെ കിട്ടിയ ആൻസർ എന്താണ്? നമുക്കിവിടെ കിട്ടിയ സൊല്യൂഷൻ എന്താ? സൊല്യൂഷൻ ഈസ് എക്സ് മൈനസ് സി ബൈ 2 സ്ക്വയർ. ഇതല്ലേ സൊല്യൂഷൻ. എക്സ് മൈനസ് സി ബൈ 2 സ്ക്വയർ എക്സ് മൈനസ് സി ബൈ 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 0 സ്ക്വയർ ദാറ്റ് ഇസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു സി ബൈ 2 ദ ഹോൾ സ്ക്വയർ. അപ്പൊ ഇതെന്താണോ? ഇതല്ലേ നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോർമുല. എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു സി സ്ക്വയർ റെപ്രസെന്റ് എ സർക്കിൾ ഹൂസ് സെന്റർ ഈസ് എ ബി ആൻഡ് റേഡിയസ് സി എന്നല്ലേ. അപ്പോൾ ഇതെന്താ? എയുടെ പ്ലേസിൽ സി ബൈ 2, ബിയുടെ പ്ലേസിൽ 0, സിന്റെ പ്ലേസിൽ ഞാൻ ഇവിടെ സിക്ക് വരാം ആർ എന്ന് പറഞ്ഞാൽ ഇവിടെ ആറിന്റെ പ്ലേസിൽ സി ബൈ 2 ആണ്. അപ്പോ സെന്റർ ആരാണ്? സെന്റർ ഇവിടെ സി ബൈ 2 0, റേഡിയസ് സി ബൈ 2. അപ്പൊ സെന്റർ സി ബൈ 2 0യും റേഡിയസ് സി ബൈ 2 ആയിട്ടുള്ള സർക്കിൾ ആണ് അല്ലെ. ഈസ് എ സർക്കിൾ. അപ്പൊ സൊല്യൂഷൻ എന്താണെന്ന് കാണാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും കാണിച്ചത്. ഈസ് എ സർക്കിൾ ഹൂസ് സെന്റർ ഈസ് സി ബൈ 2 0 ആൻഡ് റേഡിയസ് ഈസ് സി ബൈ 2. ഇവിടെ നോക്കണോ, സി എന്ന് പറഞ്ഞാൽ ആർബിട്രറി കോൺസ്റ്റന്റ് അല്ലേ. എനിക്ക് സിക്ക് എന്ത് വാല്യൂ വേണം കൊടുക്കാമല്ലോ. അപ്പോൾ സിക്ക് 1 കൊടുക്കുമ്പോൾ എന്താ വരിക? ഇവിടെ നിങ്ങൾ സിക്ക് 1 കൊടുക്കുമ്പോൾ എന്താ വരിക? 1/2 0 സെന്ററും 1/2 റേഡിയസുമായിട്ടുള്ള സർക്കിൾ അല്ലേ. വരച്ച് കാണിക്കാമല്ലോ. അപ്പോൾ
y axis, ഇവിടെ x axis. നോക്കാം, സെൻറ്റർ C/2, സെൻറ്റർ 1/2 നിങ്ങൾ ഇമാജിൻ ചെയ്തേ. 1/2 0 എവിടെ വരിക? ഇവിടെ വരിക അല്ലേ? 1/2 0 ഇവിടെ അല്ലേ 1/2 0 വരിക? 1/2 0 സെന്ററും 1/2 റേഡിയസുമായിട്ടുള്ള സർക്കിൾ ആരാ? ഇങ്ങനെ വരുന്നതല്ലേ. അടുത്ത് സിക്ക് 2 കൊടുത്താലോ? സിക്ക് 2 കൊടുത്താൽ അവിടെ എന്ത് വരും? 1 ആവും. അപ്പോൾ 1 സെന്ററും 1 റേഡിയസുമായിട്ടുള്ള സർക്കിൾ. അപ്പോൾ ഇതാണ് 1 എങ്കിൽ ഇവിടെ 1/2, ഇതാണ് 1 എങ്കിൽ 1 സെന്ററും 1 റേഡിയസ് വരും, ഇങ്ങനെ വരും അല്ലേ. അടുത്ത് സിക്ക് ഞാൻ 3 കൊടുത്താലോ? 3/2 1.5, ഇതാണ് 3/2. സിക്ക് 3 കൊടുത്താൽ 3/2 സെന്റർ, 3/2 സെന്ററിന് 1.5 സെന്ററും 1.5 റേഡിയസ്. അപ്പൊ ഈ ഡിസ്റ്റൻസ് ആണല്ലോ 1.5 അല്ലെ. ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് അല്ലേ 1.5. അപ്പോ അടുത്ത സർക്കിൾ ഇങ്ങനെ വരും. അടുത്ത സിയുടെ പ്ലേസിൽ 4 കൊടുത്താലോ? സിയുടെ പ്ലേസിലൂടെ 4 കൊടുത്താൽ 4/2 അല്ലേ? അത് 2 അല്ലേ? 2 സെന്ററും, അതായത് 2,0 സെന്ററും 2/2 റേഡിയസ് അല്ല, 4/2 റേഡിയസ്. അപ്പൊ 2 സെന്ററും 2 റേഡിയസും. 2 സെന്റർ എന്ന് പറഞ്ഞാൽ ഇതാണ്, 2 റേഡിയസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു സർക്കിൾ. ഇനി ഇതിങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അല്ലെ. അടുത്ത് സീൻ ആർബിട്രറി അല്ലേ? സി ആർബിട്രറി കോൺസ്റ്റന്റ് അല്ലേന്നേ. അപ്പൊ ഇങ്ങനെ ആൾക്കാർ പോയിക്കൊണ്ടേയിരിക്കൂലേ. ഒത്തിരി സർക്കിൾ എനിക്ക് റൈറ്റ് സൈഡ് ഉണ്ടാക്കാമല്ലോ. ഇനി സി ആർബിട്രറി കോൺസ്റ്റന്റ് ആണ്, സി നെഗറ്റീവ് ആവാമല്ലോ. സിക്ക് ഞാൻ നെഗറ്റീവ് 1 കൊടുത്താലോ? അപ്പോൾ -1/2, 0 സെന്റർ. -1/2, 0 ആരായാലും എവിടെ വരുമല്ലോ? -1/2 0 ഇതാ സെന്റർ. അപ്പോൾ ഇവിടെ എന്താ പറയുക? സിക്ക് 1 കൊടുക്കുമ്പോൾ 1/2 റേഡിയസ്, ഈ ഡിസ്റ്റൻസ് 1/2 ആണ്. അപ്പോൾ ഈ സർക്കിൾ വരും, ഇത് -1/2. അടുത്ത് സിയുടെ പ്ലേസിൽ ഞാൻ -2 കൊടുത്താലോ? അപ്പോൾ -2/2 -1 വരും. അപ്പോൾ -1, 0 -1, 0 സെന്റർ, ഇതാണ് -1 എന്ന് വിചാരിക്കുക. -1 സെന്ററും 1 റേഡിയസും വരും അല്ലേ. അതുപോലെ -2 സെന്ററും -1/2, -3/2 സെന്ററും 3/2 റേഡിയസും. അടുത്ത് -2 സെന്ററും 2 റേഡിയസ്. കണ്ടല്ലോ, ഇതാണ് ഫാമിലി ഓഫ് ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞതാണ്. കാരണം ആർബിട്രറി കോൺസ്റ്റന്റ് ഉള്ള സൊല്യൂഷനിലെ ജനറൽ സൊല്യൂഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള the general solution represents a family of circles passing through the origin. എല്ലാ സർക്കിളും ഒറിജിനിൽ ടച്ച് ചെയ്യുന്നുണ്ട്, കണ്ടല്ലോ. വിത്ത് സെന്റേഴ്സ് ഇവിടെ എല്ലാ സെന്ററും കണ്ടില്ലേ? എക്സ് ആക്സിലല്ലേ? എക്സ് ആക്സിലെ സെന്റർ, കാരണം y കോർഡിനേറ്റ് 0 അല്ല. അപ്പോൾ എക്സ് ആക്സിലെ സെന്റർ വരുള്ളൂ. സെന്റർ എല്ലാം ഇവിടെ എക്സ് ആക്സിൽ വരും, സെന്റർ എല്ലാം എക്സ് ആക്സിൽ വരും. എല്ലാ സർക്കിളും ഒറിജിനിൽ കൂടി ടച്ച് ചെയ്യും, കണ്ടോ? എല്ലാ സെന്ററും എക്സ് ആക്സിലാണ് വരുന്നത്. സെന്റർ എല്ലാം എക്സ് ആക്സിൽ വരും, ഒറിജിനിൽ ടച്ച് ചെയ്ത് പോകും. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. പിടികിട്ടിയോ? അപ്പോൾ സൊല്യൂഷൻ വരുന്നത് ഇങ്ങനെ വരാം, ഇങ്ങനെ വരാം. അടുത്ത സർക്കിള് ഇങ്ങനെ വരാം, അങ്ങനെ പോവാം. ഇപ്പോൾ സൈഡ് ആണെങ്കിൽ ഇങ്ങനെ വരാം. അപ്പൊ ഇങ്ങനെ തന്നെ വരണമെന്നില്ല. സിന്റെ വാല്യൂ കുറച്ചുകൂടി ചെറുതും വലുതും ഒക്കെ എടുക്കുമ്പോൾ ഒത്തിരി സർക്കിൾസ് നമുക്ക് ഈ ഫോമിൽ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ എല്ലാ സർക്കിളും എങ്ങനെ പോവുള്ളൂ? ഒറിജിനിൽ പാസ് ചെയ്തേ പോവുള്ളൂ. ദിസ് ജനറൽ സൊല്യൂഷൻ അല്ലെ, വേണമെങ്കിൽ എങ്ങനെ എഴുതാം? ദിസ് ജനറൽ സൊല്യൂഷൻ
ദിസ് ഞാൻ ഏതാ ഇത് ആർബിട്രറി ആയതുകൊണ്ടാണ് ഇങ്ങനെ സി ആർബിട്രറി അല്ലേ സിക്ക് എന്ത് വേണോ ഏത് റിയൽ നമ്പർ വേണോ കൊടുക്കാമല്ലോ സി നീ ഏത് റിയൽ നമ്പർ വേണോ കൊടുക്കാമല്ലോ നമുക്ക് സീന് നമുക്ക് ഏത് റിയൽ നമ്പർ വേണോ സീന് കൊടുക്കാം അപ്പോൾ സിക്ക് 1 കൊടുക്കുമ്പോഴും സിക്ക് 2 കൊടുക്കുമ്പോഴും സിക്ക് 3 കൊടുക്കുമ്പോഴൊക്കെ അല്ലേ നമ്മൾ പറഞ്ഞേ അപ്പോൾ ദ ജനറൽ സൊല്യൂഷൻ represents a family of circles passing through origin passing through the origin with the centers on x-axis Another question. Solve xy dash is equal to y plus 2x cube sin square y by x. Xy dash is equal to y plus 2x cube sin square y by x. So, this question given ഇവിടുന്ന് y dash is equal to നമുക്ക് x കൊണ്ട് ഡിവൈഡ് ചെയ്താൽ y by x plus 2x cube by y sin square y by x